ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ് തലക്കാട്. ഞാനിന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് മട്ടൺ ഇഷ്ടമാണ്. അതിനാവശ്യമായിട്ട് ഞാനൊരു 250 ഗ്രാം അതേപോലെ മട്ടൺ ചെറുതായിട്ട് നുറുക്കിയത് എടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതാണ്. ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കണം. പിന്നെ അതേപോലെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും, അതായത് ക്യാരറ്റും പൊട്ടറ്റോയും കൂടി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതാണ്. അപ്പോൾ ഇതും ഒന്ന് സെപ്പറേറ്റ് ബോയിൽ ചെയ്യാൻ വെക്കണം. അങ്ങനെ മട്ടൺ ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചേക്കായിരുന്നു. മട്ടൺ അങ്ങനെ ബോയിൽ ആയിട്ടുണ്ട് ഒരു പാനിൽ. ഒരു പാനിൽ ഞാൻ പൊട്ടറ്റോയും ക്യാരറ്റും കൂടിയും സ്ലൈസ് ചെയ്ത് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതും ബോയിലായിട്ടുണ്ട്. ഇനി അതിനാവശ്യമായിട്ട് വഴട്ടാനായിട്ട് വെളുത്തുള്ളി ഇതേപോലെ സ്ലൈസ് ചെയ്ത്, ഗ്രീൻ ചില്ലി ഇതേപോലെ ഞാൻ 3 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതലെടുക്കാം. പിന്നെ വേപ്പില ഇത്രയും, ജിഞ്ചർ സ്ലൈസ് ചെയ്തതുപോലെ, പിന്നെ ഒരു 3 ചെറിയ സവാള ഇതേപോലെ സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിലേക്ക് ഇട്ട് വഴട്ടാം. പാനിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കറുകപ്പട്ട 2 കഷ്ണം, പിന്നെ ഗ്രാമ്പു ഒരു 4-5 എണ്ണം, ഏലക്ക ഒരു 3-4 എണ്ണം, ബേ ലീഫ് ഒരെണ്ണം ഇതേപോലെ മുറിച്ചത്. ഇത് ഈ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ ഈ പാനിലേക്ക് ജിഞ്ചർ, ഗാർലിക്ക് ഇതേപോലെ സ്ലൈസായിട്ട് അരിഞ്ഞത്, പിന്നെ ഗ്രീൻ ചില്ലി 2-3 അരിഞ്ഞത്. ഗ്രീൻ ചില്ലി നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുപോലെ വേപ്പില, ഇത്ര ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക്. അതുപോലെ ഓണിയൻ സ്ലൈസ് ചെയ്ത് 3 എണ്ണം സ്ലൈസ് ചെയ്തതുപോലെ അരിഞ്ഞത് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഇതിനാവശ്യമായിട്ട് കാഷ്നട്ട് ഇത്ര എടുത്ത് അത് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോ ഇത് കുറച്ച് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടും. അതുപോലെ തന്നെ ഞാൻ കോക്കനട്ട് മാഗിയുടെ പൗഡറാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ചിരണ്ടി എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ 2ാം പാൽ കൊണ്ടായിരിക്കണം ഇതിന് ഫസ്റ്റിൽ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം 1ാം പാലും യൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് മാഗി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ സവാളയൊക്കെ നല്ലോണം വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് ബോയിൽ ചെയ്ത് വെച്ച വെജിറ്റബിളും കൂടി ആഡ് ചെയ്യണം. പിന്നെ ബോയിൽ ചെയ്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇനി കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിനകത്തേക്ക് വാട്ടർ 1 ഗ്ലാസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് പിന്നെ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് 1 സ്പൂണ് ഗരം മസാല പൊടിച്ചത് ആഡ് ചെയ്യണം. 1 സ്പൂണ് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ആഡ് ചെയ്യണം. അതേപോലെ ഈ സ്മാഷ് ചെയ്ത് വെച്ച ഈ പൊട്ടറ്റോയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം. ഞാൻ കോക്കനട്ട് മാഗി പൗഡർ മിക്സിക്ക് അതൊന്ന് അടിച്ചെടുത്താണ് അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അതേപോലെ കാഷ്നട്ട് അരച്ചതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം.
അങ്ങനെ മട്ടൺ സ്റ്റൂ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 1/2 സ്പൂണ് ഗരം മസാല പൊടിച്ചത് അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. മുന്നിലേക്ക് ഒന്ന് ഇതായി കൊടുക്കണം. പിന്നെ ചെറുതായിട്ടൊന്ന് താളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഇത് ഒന്നാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം പാല് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കി കോക്കനട്ടിൻ്റെ പൗഡറൊക്കെ ചേർക്കണമെങ്കിൽ അത്ര പ്രശ്നമില്ല. പിന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഞാനിതൊന്ന് മട്ടൺ സ്റ്റൂ ഒന്ന് താളിക്കാനായിട്ട് അതിനകത്തേക്ക് ഞാൻ ഒരു മുളകും വേപ്പിലയും ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. നെയ്യിൽ താളിച്ചതിനകത്തേക്ക് ആഡ് ചെയ്യാം. മട്ടൺ സ്റ്റൂ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്, ഈസി ആയിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റുള്ള ഫുഡാണ്. പിന്നെ ക്രിസ്മസൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ആക്കിയതാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.